ഇതിൻ്റെ പേരുകൊണ്ടൊരു വ്യത്യസ്തത തോന്നി. പിന്നെ ഈ പടത്തെക്കുറിച്ച് ഒരു ഫേസ്ബുക്കിൽ തന്നെ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ പടത്തിൽ കിട്ടുന്ന വരുമാനത്തിൽ ഒരു ഭാഗം വയനാടിലേക്ക് കൊടുത്തു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം അത് ഇതിനകത്തുള്ള ഇതിൻ്റെ ക്രൂ, അതായത് പ്രൊഡ്യൂസറും അതിന് സംവിധാനമൊക്കെ ഒരു മാനസികാവസ്ഥ അങ്ങനെ കാണിച്ചു. അവരിലുള്ള നല്ലൊരു മനസ്സ്, ഒരു മനസ്സാണ് എന്നെ ഈ പടം കാണിക്കാനും ചിലപ്പോൾ ഞാൻ കുറേ പേരെ ഈ പടം കാണാനായിട്ട് പ്രേരിപ്പിക്കും. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്ന, അതായത് കാട് പശ്ചാത്തലമാക്കി എടുത്തൊരു ത്രില്ലർ രീതിയിലാണ് വന്നേക്കുന്നത്. പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം, വിഷ്വൽസ് കൊള്ളാം, ഇതെല്ലാം നന്നായിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് ആകർഷിക്കുന്ന എല്ലാ ഘടകങ്ങളും ഈ പടത്തിലുണ്ട്. സിക്കട പക്കയട നന്നായിട്ടുണ്ട്. നല്ല പടം, നല്ല മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു മൂവിയാണ്. ഞാനിതിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ഐ എം സോ ഹാപ്പി. നല്ലൊരു മെസ്സേജുള്ള നല്ല സിനിമയാണ്. അതെന്താ കൂട്ടിനെ കുറിച്ചൊന്നും പറയാതെ? കൂട്ടിനെ കുറിച്ചൊന്നും പറയുന്നില്ല പടത്തില്. നല്ല പടമായിരുന്നു, കൊള്ളാം. തിയേറ്ററിലൊക്കെ പോയി കാണണം, അടിപൊളി. എങ്ങനെയുണ്ട് പടം? നല്ല പടം. ഇതിൽ പാട്ടുകളൊക്കെ അടിപൊളിയാണ്. ബിക്കോസ് എല്ലാം ഓൾറെഡി മ്യൂസിക് ഡയറക്ടറായ ശ്രീജിത്ത് അടവനെയാണ് ഇത് പാട്ടെല്ലാം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് പുള്ളിയുടെ ആദ്യത്തെ മൂവിയും കൂടെയാണ്. അപ്പോൾ പാട്ടും മ്യൂസിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം. ബിക്കോസ് നല്ല എന്താ പറയുക, മ്യൂസിക്കലി നല്ലപോലെ കേൾക്കാനും ഓഡിയോ ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഗോൾ സിനിമ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ രജത്ത് തിരിച്ചു വരുന്നത്. സോ ദാറ്റ് ഈസ് റിയലി എ ഗുഡ് കം ബാക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ ഏറ്റെടുക്കണം. പിന്നെ എന്താ പറയുക, അടിപൊളി സിനിമയാണ് അല്ലേ? താങ്ക് യു. Very nice movie, very nice. It has lot of surprise elements and the music is outstanding. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.